എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 ആദ്യത്തെ ഞങ്ങളുടെ വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഡിസംബർ 31 എടുത്ത വീഡിയോസാണ്. ഡിസംബർ 31 ഞങ്ങളുടെ പൂച്ചെടിക്കാവിലെ പൂരമായിരുന്നു. അപ്പം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നും വേല പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോണ വഴി നിറച്ച് മുള്ളുംപഴം നിൽക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോണ വഴിയിലൊക്കെ മുള്ളുംപഴം പറിച്ച് നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ മുള്ളുംപഴമൊക്കെ ഇറക്കുകയാണ്. പിന്നെ ഇതാണ് അവിടെയാണ് കേട്ടോ കുന്നത്ത് അമ്പലം. ഈ ഒരു പാടത്ത് കൂടെയാണ് പൂരം പോവുക. അങ്ങനെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അതാ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള 2-3 മരത്തിൽ നല്ല മഞ്ഞ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ കുറേ തിരക്കുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതാ വൈകുന്നേരത്തെ വേലയ്ക്കുള്ള ആനയാണ് കേട്ടോ. അങ്ങനെ ഞാനും തുമ്പിക്കുട്ടിയും അനിയത്തി റിച്ചും അനിയത്ര കുട്ടിയും ഒക്കെ പാടേനെ കേട്ടോ അമ്പലത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അനിയത്ര ഹസ്ബൻഡും വന്നു. അങ്ങനെ ഞങ്ങളിതാ തൊഴുതു. ഇനി കൂറിയിട്ട് ഇനി ഒരു 3 തവണ വലമൊക്കെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ആനയെ കണ്ടിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ തുമ്പിക്കുട്ടിക്ക്. അങ്ങനെ ആനയുടെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം വന്നാൽ തൊഴുകാനൊന്നും പറ്റില്ല കേട്ടോ. വേല പോണതിൻ്റെ ആ ഒരു തിരക്കാവും. ഈ ഒരു ആനയുടെ പേര് കീഴൂർ ശ്രീകണ്ഠൻ എന്നാണ് കേട്ടോ. ആന മഹാകുറുമ്പനാണ് കേട്ടോ. അവിടെ നിന്ന വാഴയും അതേപോലെ കവുങ്ങും തൈകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആനേനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് അല്ലേ. കുറേ കുട്ടികൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനും തുമ്പിക്കുട്ടിയൊക്കെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. ഞാനിങ്ങനെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ തുമ്പിക്കൈ നീട്ടിയിട്ട് എൻ്റെ ഫോൺ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ആന വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കണവരൊക്കെ ചീത്ത പറയുന്നുണ്ട്, കുറച്ച് മാറി നിൽക്ക്, കുറച്ച് അങ്ങോട്ട് മാറി നിൽക്ക് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പേടിയായി. അങ്ങനെ അതാ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതാ അമ്പലത്തിലെ പ്രസാദമാണ് കേട്ടോ. പായസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടി ഇതാ പായസം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാം, അമ്മ വാരി തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് പായസമൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ആ പായസമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. കയ്യും ചെറിയൊക്കെ കഴുകി ഇനിയിപ്പോൾ അതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്ത് വേല കാണാൻ ഞാനും തുമ്പിക്കുട്ടിയും വരുമുണ്ടാവില്ല കേട്ടോ. കാരണം തുമ്പിക്കുട്ടിക്ക് ജലദോഷവും ചുമയും പനിയൊക്കെയാണ്. അപ്പോൾ രാവിലെ ഒന്ന് വന്ന് തൊഴുകിക്കുക. അതേപോലെ കുറേ ദിവസമായി അവൾ ആനയെ കാണണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആനേനെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ രാവിലെ ഒന്ന് തൊഴുകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ തൊഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കിത് അനിയത്ര ഹസ്ബൻഡൊക്കെ വന്ന് അവരും തൊഴുകൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയിട്ട് വേണം ഇനി ബാക്കി കുറേ പണികളുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. രാവിലെ ഞങ്ങൾ ചായയും കടിയും കഴിച്ചിട്ട് ഒരു 9 മണിക്കൊക്കെ വന്നതാണ്. ഇപ്പോൾ ഒരു 10 മണി 10:30 ആയി കാണും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഉച്ചത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. എന്താ വൈകുന്നേരം ആയപ്പോൾ ഒരു 3 മണി 3:30 ആയപ്പോൾ വേല പുറപ്പെടേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മയും അനിയത്ര ഹസ്ബൻഡും കുട്ടിയും റിച്ചും കൂടിയാണ് വേല കാണാൻ വരുന്നത്. അതൊന്നും ഇവിടെ തന്നെ ഏത് കുട്ടിയാ? ഒരു കുട്ടീനെ കൊണ്ടുവന്നു.
ഒരു 4 മണി 4:15 ആയപ്പോഴേക്കും വേല ദാ പുറപ്പെട്ടിട്ട് ദാ പാടവരമ്പത്ത് കൂടെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാ കാണുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്പലം അവിടെയാണെന്ന്. അങ്ങനെ ദാ ആനയൊക്കെ ആ ഒരു വരമ്പത്ത് കൂടെ നടന്ന് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്. അങ്ങനെ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ.